AFFന്റെ ഏറ്റവും വലിയ പ്രശ്നം നേരത്തെ അവരുടെ ഒരു ഭരണഘടന സംബന്ധിച്ച ഒരു കേസ് അത് സുപ്രീം കോടതിയുടെ പരിധിയിലാണ്. ആ കേസിന് വിധി വന്നാൽ മാത്രമേ പുതിയ കരാറിൽ ഏർപ്പെടൂ എന്നാണ് നേരത്തെ തന്നെ AFF കോടതിയെ അറിയിച്ചിരുന്നത്. എന്തായാലും അത് പുതിയ സ്പോർട്സ് ഗവേണൻസ് ബില്ലൊക്കെ പാസ്സായ പശ്ചാത്തലത്തിൽ അതുകൂടി പരിഗണിച്ച ശേഷമായിരിക്കും അന്തിമ വിധി എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. പക്ഷേ ISLന്റെ കാര്യത്തിൽ 11 ക്ലബ്ബുകൾ അവരുടെ പ്രവർത്തനങ്ങൾ, പ്രധാന ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച ഒരു പശ്ചാത്തലത്തിൽ ആണ് ഇപ്പോൾ ഈ കേസ് പരിഗണനയിൽ വരുന്നത്. ഈ ഡിസംബറിൽ പകുതിയോടെ തന്നെ ആ കരാർ ഈ FSDLും അതോടൊപ്പം അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ തമ്മിലുള്ള കരാർ അവസാനിക്കും. അതുകൊണ്ട് തന്നെ സംഘാടകരായ FSDL പറയുന്നത് കരാർ നീട്ടണം എന്ന ആവശ്യമാണ് അവർ ഉന്നയിച്ചത്. പക്ഷേ ഈ വിധി വരാതെ കരാർ നീട്ടാനാവില്ല എന്ന നിലപാട് AFFും എടുത്തതോടെയാണ് ഒരു പ്രതിസന്ധി രൂപപ്പെട്ടത്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇരുവരും ഇരുന്ന് ഒരു തീരുമാനമെടുക്കണം. കരാർ നീട്ടുകയോ അല്ലെങ്കിൽ താൽക്കാലികമായെങ്കിലും ഈ സീസണിൽ മത്സരങ്ങൾ നടത്തുന്നത് സംബന്ധിച്ചുള്ള ഒരു കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഒരാഴ്ചക്കുള്ളിൽ തീരുമാനിക്കണമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. ഈ മാസം തന്നെ 28-ാം തീയതി അടുത്ത സിറ്റിംഗ് ആകുമ്പോൾ ആ തീരുമാനം അറിയിക്കണം എന്ന് കൂടി സുപ്രീം കോടതി വ്യക്തമാക്കുകയാണ്. എന്തായാലും ഇതൊരു പ്രതീക്ഷ നൽകുകയാണ്. കാരണം ഈ സീസണിൽ ടൂർണമെന്റ് ഉണ്ടാകുമോ എന്ന കാര്യത്തിലൊക്കെ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ടായിരുന്നു. ടൂർണമെന്റ് നടത്താൻ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് AFF പറയുമ്പോഴും കൃത്യമായ ഒരു തീയതി പ്രഖ്യാപിക്കാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ആഴ്ചക്കുള്ളിൽ തന്നെ ഈ തീരുമാനം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഫുട്ബോൾ പ്രേമികൾക്കുള്ളത്.